അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും മോഷണം പെരുകുന്നു. കൂടുതൽ മോഷണങ്ങളും അമ്പലങ്ങളിൽ. CCTV ദൃശ്യങ്ങളും വിരലടയാളവുമൊക്കെ ലഭിച്ചെങ്കിലും കവർച്ചക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ പോലീസ്. അടിയന്തര പ്രാധാന്യത്തോടെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് M. വിജയൻ MLA. നവീകരണം നടത്തി അടിമുടി മാറാനൊരുങ്ങുകയാണ് പരിയാരം മെഡിക്കൽ കോളേജെന്നും MLA. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. അർഹരായ 15ഓളം പേർക്ക് സഹചാരി എന്ന പേരിൽ ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാക്കി. ചടങ്ങ് മുൻ മന്ത്രി P. K. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചു നൽകാൻ ലേബർ കോടതി ഉത്തരവ്. 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് 2018 പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷം. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പെരുകുന്നു. പല മോഷണങ്ങളിലും CCTV ദൃശ്യങ്ങളും വിരലടയാളവുമൊക്കെ ലഭിച്ചെങ്കിലും കവർച്ചക്കാരെ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 മാസത്തിനിടെ നടന്നത് 30ലധികം കവർച്ചകളാണ്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പയ്യന്നൂർ നഗരസഭ, രാമന്തളി, കുഞ്ഞിമംഗലം, കരിവെള്ളൂർ, പെരളം പഞ്ചായത്തുകളിലാണ് കവർച്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 മാസത്തിനിടെ 10ലധികം ക്ഷേത്രഭണ്ഡാരങ്ങൾ കവർന്നിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണം കൊണ്ടുപോയി. പെരുമ്പയിലെ വീട്ടിൽ നിന്ന് 35 പവൻ കവർന്ന കേസിൽ ഇതുവരെ ഒരു തുമ്പുമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ ദിവസം തന്നെയാണ് കണ്ടോത്ത് പൂട്ടിയിട്ട വീട്ടിലും കവർച്ച നടന്നത്. രാമന്തളിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കവർച്ച നടന്നിട്ടുണ്ട്. കുഞ്ഞിമംഗലത്ത് ക്ഷേത്രഭണ്ഡാരം കവർന്നു. കരിവെള്ളൂർ ഓണക്കുന്നിൽ വനിതാ ഹോട്ടലിലെ പാത്രങ്ങളാണ് കവർന്നത്. ഏറ്റവും ഒടുവിൽ അന്നൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച നടത്തി 50,000 രൂപ കവർന്നു. CCTV ദൃശ്യങ്ങളും വിരലടയാളവുമൊക്കെ ലഭിച്ചിട്ടും കവർച്ചക്കാരെ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പറമ്പിലും തൊടിയിലും വീണ് പാഴായിപ്പോകുന്ന ചക്കയ്ക്കുമുണ്ട് ഒരു ദിനം. ജൂലൈ 4 ലോക ചക്ക ദിനമായാണ് ആഘോഷിക്കുന്നത്. 2016 ജൂലൈ 4 മുതലാണ് ലോക ചക്ക ദിനമായി ആഘോഷിച്ചു വരുന്നത്.
അടിയന്തര പ്രാധാന്യത്തോടെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്ന് എം. എൽ. എ. നവീകരണം നടത്തി അടിമുടി മാറാനൊരുങ്ങുകയാണ് പരിയാരം മെഡിക്കൽ കോളേജെന്നും എം. പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ രോഗികളുടെ ആശ്രയകേന്ദ്രമായ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണെന്ന് എം. പറഞ്ഞു. 31 പുതിയ ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ചിട്ടുണ്ട്. പുതിയ PG കോഴ്സുകൾ അനുവദിക്കുകയും പുതിയതായി ഇനിയും കോഴ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ തകരാറിലായ കാത്ത് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങി. രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വിദേശത്തു നിന്നും ഉപകരണം എത്തിച്ചാണ് ലാബ് പ്രവർത്തിപ്പിച്ചത്. AC തകരാറിലായ ലാബിൽ പുതിയ AC സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കി. പുതിയ കാത്ത് ലാബിന് 5 കോടി രൂപ അനുവദിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. മെക്കാഡം റോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം പെയിന്റ് ചെയ്യൽ, ശുചിമുറികൾ നവീകരിക്കൽ, ICU, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയവയുൾപ്പെടെ നവീകരണം നടത്തി. ഇതോടെ പരിയാരം മെഡിക്കൽ കോളേജ് അടിമുടി മാറുമെന്ന് എം. അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. അർഹരായ 15ഓളം പേർക്കാണ് സഹചാരി എന്ന പേരിൽ ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാക്കിയത്. ചടങ്ങ് ഇരിണാവിൽ മുൻ മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അർഹരായ ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം ചെയ്തത്. സഹചാരി പദ്ധതി പ്രകാരമാണ് അപേക്ഷകരായ 43 പേരിൽ നിന്നും അർഹരായ 15 പേർക്ക് സ്കൂട്ടറുകൾ നൽകിയത്. വിദ്യാർത്ഥികളും വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായി അർഹർക്കാണ് സ്കൂട്ടർ നൽകിയത്. ചടങ്ങ് മുൻമന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുണ്ട്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വിഷമം ബാധിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലുമുണ്ട്. കിടന്നിടത്ത് എഴുന്നേൽക്കാൻ വൈകാതെ വിഷമിക്കുന്ന സെറിബ്രൽ പാൾസി പോലെയുള്ള ജനിതക സംബന്ധമായ രോഗം ബാധിച്ച് കിടക്കുന്നവരുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് D. വിമല, TT ബാലകൃഷ്ണൻ, AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, മുഹമ്മദ് റഫീഖ്, AKP ഷുക്കൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചു. ഗ്രാറ്റുവിറ്റി അനുവദിച്ചു നൽകാൻ ലേബർ കോടതി ഉത്തരവ്. 2018 പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷമാണ് 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ രോഗികളുടെ ആശ്രയകേന്ദ്രമായ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണെന്ന് എം. പറഞ്ഞു. 31 പുതിയ ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ചിട്ടുണ്ട്. പുതിയ PG കോഴ്സുകൾ അനുവദിക്കുകയും പുതിയതായി ഇനിയും കോഴ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ തകരാറിലായ കാത്ത് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങി. രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വിദേശത്തു നിന്നും ഉപകരണം എത്തിച്ചാണ് ലാബ് പ്രവർത്തിപ്പിച്ചത്. AC തകരാറിലായ ലാബിൽ പുതിയ AC സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കി. പുതിയ കാത്ത് ലാബിന് 5 കോടി രൂപ അനുവദിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. മെക്കാഡം റോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം പെയിന്റ് ചെയ്യൽ, ശുചിമുറികൾ നവീകരിക്കൽ, ICU, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയവയുൾപ്പെടെ നവീകരണം നടത്തി. ഇതോടെ പരിയാരം മെഡിക്കൽ കോളേജ് അടിമുടി മാറുമെന്ന് എം. അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഉപകാര്യാലയത്തിന് കീഴിൽ വരുന്ന അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഉപകാര്യാലയത്തിൽ നിന്നും ഉയർന്ന പെൻഷന് അർഹനായ NP ചന്ദ്രനെയും ആദരിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഉപകാര്യാലയത്തിനു കീഴിലെ ഉപസമിതി അംഗങ്ങളുടെ മക്കളിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ആദരിക്കലും ഉപകാര്യാലയത്തിൽ നിന്നും ഉയർന്ന പെൻഷനായ 11,000 രൂപയ്ക്ക് അർഹനായ NB ചന്ദ്രനെ ആദരിക്കലും നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ സൂപ്രണ്ട് KV ഗണേഷ് കുമാർ, സീമ TV, VV നന്ദകുമാർ, മോഹനൻ K, വിജയൻ, ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ജിംനേഷ്യം ഇരിണാവിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇരിണാവ് റോഡിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 25 ലക്ഷം രൂപയുമാണ് ഫിറ്റ്നസ് സെന്ററിനായി ചിലവഴിച്ചത്. ട്രെഡ്മിൽ, സ്പിൻ ബൈക്ക്, എക്സസൈസ് ബെഞ്ച് തുടങ്ങിയ ഉപകരണങ്ങളാണ് സെന്ററിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ഫിറ്റ്നസ് സെന്ററിന്റെ സേവനം ഉപയോഗപ്പെടുത്താനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ വനിതാ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു. എന്നതിന്റെ ഭാഗമായാണ് ഫിറ്റ്നസ് സെന്ററിന് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് മാറ്റിവെച്ചത്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി 15 ലക്ഷം രൂപയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത്. ആ 15 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ് സെന്റർ ഉപയോഗത്തിന് ചെറിയ ഫീസ് മാത്രമാണ് ഈടാക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയിരിക്കുന്നതെന്ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ പറഞ്ഞു. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K സുനിൽ, സൗമ്യ, വൈസ് പ്രസിഡന്റ് D വിമല, AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, CP മുഹമ്മദ് റഫീഖ്, K പ്രീത, P കണ്ണൻ, KM ഷീന, C നിഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ കാണാം. വാർത്തകൾ തുടരുന്നു. പാതയോരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് വ്യാപകമാകുന്നു. വെള്ളച്ചാൽ ചമ്പ്രാനം റോഡരികിലാണ് വ്യാപകമായ തോതിൽ മാലിന്യം വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. പാതയോരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് വ്യാപകമാകുന്നു. വെള്ളച്ചാൽ ചെമ്പ്രകാനം റോഡരികിലാണ് വ്യാപകമായ തോതിൽ മാലിന്യം വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. വെള്ളച്ചാലിനും വേങ്ങാപ്പാറയ്ക്കും ഇടയിലുള്ള വഴിയരികിലാണ് കൂടുതലും മാലിന്യങ്ങൾ കാണപ്പെടുന്നത്. കുപ്പികൾ, പ്ലാസ്റ്റിക്കുകൾ, ചെരുപ്പുകൾ, സ്നഗികൾ എന്നുവേണ്ട എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. താഴെ വയലാണ്. മഴക്കാലമായതിനാൽ വെള്ളത്തിലൂടെ ഇതിന്റെ അംശങ്ങൾ വയലിലേക്ക് എത്താം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ആ വഴി മനുഷ്യരിലെത്താം. ഇതൊന്നും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വിജനമായ സ്ഥലങ്ങളിലെ പാതയോരങ്ങളിലേക്ക് അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി പഞ്ചായത്തിലെ MCF കെട്ടിടത്തിന് സമീപത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടി ആരംഭിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ ചാക്ക് കണക്കിന് കുന്നുകൂട്ടുന്നത് പരിസരവാസികൾക്ക് ദോഷമുണ്ടാക്കുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. 20ഓളം വാർഡുകളിലെ മാലിന്യങ്ങൾക്കൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവച്ചിരുന്നു. ക്ലീൻ കേരള കമ്പനിയാണ് മാലിന്യങ്ങൾ ഇവിടെ നിന്നും ശേഖരിച്ച് കൊണ്ടുപോകാറുള്ളത്. വിവിധ പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ മാലിന്യ ശേഖരണം നടന്നതിനാൽ എല്ലായിടത്തെ മാലിന്യങ്ങളും ക്ലീൻ കേരള കമ്പനിക്ക് മാറ്റാൻ സാധിക്കാതെ വന്നതായിരിക്കാമെന്നും 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ നിന്നും നീക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും മാടായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MV സുമേഷും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിലും പറഞ്ഞു. ക്ലീൻ കേരള കമ്പനിയാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ അതാത് സമയത്ത് ശേഖരിക്കപ്പെടുന്ന തരംതിരിച്ചതും തരംതിരിക്കാത്തതുമായ മാലിന്യങ്ങൾ കൊണ്ടുവന്നത്. അത് ക്ലീൻ കേരള കമ്പനിയുമായി പഞ്ചായത്ത് ഏർപ്പാടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഒരു സമയത്ത് നടന്നതുകൊണ്ട് ക്ലീൻ കേരള കമ്പനിക്ക് വിചാരിച്ച സാധാരണ ചെയ്തതുപോലെ അതാത് സമയത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവരൊരു ക്യൂ സിസ്റ്റം പോലെ ആദ്യം ആവശ്യപ്പെട്ട പഞ്ചായത്തുകളിൽ പിന്നെ അവരെ റിക്വയർമെൻറ്റ് അവർക്ക് പറ്റുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോവുക ചെയ്തത്. നമ്മൾ 3 ലോഡ് ഇവിടെ സാധനങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്, കൊണ്ടുപോകണം എന്നാണ് നമ്മൾ അവരവിടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ എല്ലാ പഞ്ചായത്തു നിന്ന് ഇതുപോലെ റിക്വയർമെൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിചാരിച്ച പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. 3 ലോഡ് പറഞ്ഞിടത്ത് 1 ലോഡ് മാത്രമാണ് അവർ കൊണ്ടുപോയത്. എല്ലാ വാർഡുകളിലെയും മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിക്കാറുണ്ടെന്നും പുറത്തുനിന്നും ചിലരെത്തി ഇവിടെ മാലിന്യം നിക്ഷേപിച്ച് പോകാറുണ്ടെന്നും ഹരിതകർമ്മ സേനാംഗങ്ങളും പറയുന്നു. ശക്തമായി മഴ പെയ്താൽ മാലിന്യം ഒലിച്ചിറങ്ങി സമീപവാസികൾക്ക് ദോഷമുണ്ടാക്കിയേക്കാം. അധികൃതർ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇരിണാവ് റോഡിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് സംഘടിപ്പിച്ച വിപണനമേള ശ്രദ്ധേയമായി. വിവിധ പലഹാരങ്ങൾക്കൊപ്പം ചക്ക കൊണ്ടുള്ള പാൽപ്പൊടി വരെ മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇരിണാവ് റോഡിലെ കുടുംബശ്രീ ബസാറിന് മുന്നിലാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപണനമേള സംഘടിപ്പിച്ചത്. ചക്ക കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയുടെ മുഖ്യ ആകർഷണം. ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം, ചക്കക്കുരു, ദാഹശമനി, പൽപ്പൊടി, ചമ്മന്തിപ്പൊടി, അച്ചാർ അങ്ങനെ നീളുന്നു ചക്ക വിഭവങ്ങൾ. ഒപ്പം തനിമ പലഹാര യൂണിറ്റിന്റെയും നക്ഷത്ര കുടുംബശ്രീ യൂണിറ്റിന്റെയും വിവിധ ഉൽപ്പന്നങ്ങൾ, ഷായിസ് ഗാർമെന്റ്സിന്റെ ലാപ്ടോപ്പ് ബാഗുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, കറി പൗഡറുകൾ, ആയുർവേദ പ്രോഡക്റ്റുകൾ തുടങ്ങിയവയും മേളയിലുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും വിപണനമേളയിലെത്തിയത് വനിതകൾക്ക് പ്രോത്സാഹനമായി. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ കൃഷിഭവൻ പഞ്ചായത്ത് തലത്തിൽ ഞാറ്റുവേല ചന്തകളും കർഷക സഭകളും തുടങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ വിജ്ഞാപന വ്യാപന പദ്ധതിയുടെ ഭാഗമായി ഞാറ്റുവേലകളുടെ കൃഷിയിലുള്ള പ്രാധാന്യം കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കൃഷിഭവൻ പഞ്ചായത്ത് തലത്തിൽ ഞാറ്റുവേല ചന്തകളും കർഷക സഭകളും തുടങ്ങി. തെങ്ങ്, കവുങ്ങ്, കുറ്റിക്കുരുമുളക് തുടങ്ങിയവയും വിവിധ നടീൽ വസ്തുക്കളും കർഷകരുടെ ഉൽപ്പന്നങ്ങളും ജൈവവളങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും വിപണനം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M ഷൈമ, KV രാധ, സീത ഗണേഷ്, KV കാർത്യായനി, കൃഷി ഓഫീസർ A രജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചെറുതാഴം കൊവ്വൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ P കേശവദേവ് അനുസ്മരണവും പുസ്തക പരിചയവും സംഘടിപ്പിച്ചു. VP ലീന ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം കൊവ്വൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ P കേശവദേവ് അനുസ്മരണവും പുസ്തക പരിചയവും സംഘടിപ്പിച്ചു. കലാ സാംസ്കാരിക പ്രവർത്തകയും അവതാരികയും റിട്ടയർഡ് മലയാളം അധ്യാപികയുമായ VP ലീന ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. U സുരേശൻ, M പ്രജിത്ത്, E പ്രീത, TV പ്രീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇരിണാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 സർവകലാശാല പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻമന്ത്രി PK ശ്രീമതി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇരിണാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 സർവകലാശാല പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻമന്ത്രി PK ശ്രീമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീരുമാനമാണ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലേക്ക് വളരെ ശക്തമായി കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലേ? ഞാൻ ചോദിച്ചു, ചെറുന്ന് ഗേൾസ് ഹൈസ്കൂള്, ബോയ്സ് ഹൈസ്കൂള്, ഒരു ഘട്ടത്തിൽ പള്ളിക്കൂടം, പെൺപള്ളിക്കൂടം. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P മനോഹരൻ, T ചന്ദ്രൻ, P ഗോവിന്ദൻ, K പ്രീത, CV ഭാനുമതി, P കണ്ണൻ, PK വത്സലൻ, K രാജീവൻ, M ബാലകൃഷ്ണൻ, KV പ്രമീളകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പടന്നപ്പുറം റെഡ് സ്റ്റാർ ലേഡീസ് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം MV ശകുന്തള ഉദ്ഘാടനം ചെയ്തു. പടന്നപ്പുറം റെഡ് സ്റ്റാർ ലേഡീസ് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. പടന്നപ്പുറത്ത് നടന്ന പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം MV ശകുന്തള ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ചക്ക ദിനം എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. സത്യത്തിൽ എനക്കും വലിയ പിടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ശൈല അന്താരാഷ്ട്ര ചക്ക ദിനാണ് ജൂലൈ 4 എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു ദിനമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ചക്കേനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്നുള്ള നിങ്ങളുടെ മുമ്പിൽ അത്ര ഒരു പ്രാധാന്യം ഉണ്ടാകും. ഏതായാലും ഞാനൊക്കെ വളർന്ന തലമുറ എന്ന് പറയുമ്പോൾ ചക്കക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശൈലജ ബാബു അധ്യക്ഷത വഹിച്ചു. TV ലക്ഷ്മിക്കുട്ടി, P കാർത്യായനി, CP ജാനകി, ഗംഗാദേവി എന്നിവർ സംസാരിച്ചു. ചക്ക കൊണ്ടുള്ള പായസം, കേക്ക്, ഉപ്പേരി, വിവിധ തരം പലഹാരങ്ങൾ എന്നിവ ചക്ക മഹോത്സവത്തിൽ ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. നാട്ടുരുചിയുടെ വഴികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പെരുമ്പ GMUP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനൊപ്പം ചക്കയും ചിക്കനും ഒരുക്കി. മദർ PTA അംഗങ്ങളായ 25ഓളം അമ്മമാരാണ് സ്കൂളിലെത്തി കുട്ടികൾക്കായി ചക്കയും ചിക്കനും ഒരുക്കിയത്. നാട്ടുരുചിയുടെ വഴികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പെരുമ്പ GMUP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനൊപ്പം ചക്കയും ചിക്കനും ഒരുക്കാൻ അമ്മമാർ ഒത്തുചേർന്നു. സ്കൂളിലെ മദർ PTA അംഗങ്ങളായ 25ഓളം അമ്മമാരാണ് സ്കൂളിലെത്തി കുട്ടികൾക്കായി ചക്കയും ചിക്കനും ഒരുക്കിയത്. പുതിയ കാലത്തിന്റെ ഭക്ഷണ രുചികളിൽ നിന്ന് കുട്ടികൾക്ക് ചക്ക പോലെയുള്ള നാട്ടുവിഭവങ്ങളോട് ഇഷ്ടം വളർത്താനാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയതെന്ന് മദർ PTA ഭാരവാഹികൾ പറഞ്ഞു. മദർ PTA പ്രസിഡന്റ് നിഷ, ശ്രീജ, ഷൈജ, സുമയ്യ, റിസ്വാന തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
കുവൈത്ത് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KMCC പ്രവർത്തകരിൽ നിന്ന് SSLC+2 ഉന്നത വിജയികളെ അനുമോദിക്കുന്നു. ജൂലൈ 6 രാവിലെ 10:30 പരിപാടി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KMCC പ്രവർത്തകരിൽ നിന്ന് SSLC+2 ഉന്നത വിജയികളെ അനുമോദിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻസ്പയർ 2K24 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജൂലൈ 6 രാവിലെ 10:30 തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിൽ വെച്ച് നടക്കും. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. PPC അബ്ദുൽ ഹക്കീം അൽ അസ്വനി, P അമീർ കമ്മാടം, P മുഹമ്മദ് തെക്കേക്കാട്, PKC റൌഫ് ഹാജി, NKP മുഹമ്മദ് കുഞ്ഞി, PKC അബ്ദുള്ള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ജനമിത്ര പുരുഷ സംഘം, നക്ഷത്ര കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലത്തറ പടിഞ്ഞാറ് പൂക്കൃഷിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ജനമിത്ര പുരുഷ സംഘം, നക്ഷത്ര കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലത്തറ പടിഞ്ഞാറ് പൂവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിനൊരുകൊട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ചെയ്യുന്നത്. 10 സെന്റ് സ്ഥലത്താണ് കൃഷി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു തൈനട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു മാതൃകയാവുന്ന രീതിയിലാണ് ചെണ്ടുമല്ലി കൃഷി ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മൾ 3 വർഷമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്നുള്ളത്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ചടങ്ങിൽ വാർഡ് മെമ്പർ PV കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. കൃഷി ഓഫീസർ അനുഷ പദ്ധതി വിശദീകരണം നടത്തി. രമ MV, സുധാകരൻ M, നിഷിത, സീമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കോളേജ് NSS യൂണിറ്റിന്റെയും തണൽ ബ്ലഡ് ഡൊണേഴ്സ് തൃക്കരിപ്പൂർ ശാഖ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്റർ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ P രതീഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കോളേജ് NSS യൂണിറ്റിന്റെയും തണൽ ബ്ലഡ് ഡൊണേഴ്സ് തൃക്കരിപ്പൂർ ശാഖ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്റർ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചട്ടഞ്ചൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ P രതീഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പരിധവി, ഡോക്ടർ നബീൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും മോഷണം പെരുകുന്നു. കൂടുതൽ മോഷണങ്ങളും അമ്പലങ്ങളിൽ. CCTV ദൃശ്യങ്ങളും വിരലടയാളവുമൊക്കെ ലഭിച്ചെങ്കിലും കവർച്ചക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ പോലീസ്. അടിയന്തര പ്രാധാന്യത്തോടെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് M വിജിൻ MLA. നവീകരണം നടത്തി അടിമുടി മാറാനൊരുങ്ങുകയാണ് പരിയാരം മെഡിക്കൽ കോളേജെന്നും MLA. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. അർഹരായ 15ഓളം പേർക്ക് സഹചാരി എന്ന പേരിൽ ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാക്കി. ചടങ്ങ് മുൻ മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചു നൽകാൻ ലേബർ കോടതി ഉത്തരവ്. 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് 2018 പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.